നമസ്കാരം. നാറികളായ നേതാക്കൾ കുഴിച്ചുമൂടി ആ പാർട്ടിയെ. പൊട്ടന്മാരുടെ കൂടാരം, നന്നാവില്ല ഇവന്മാർ ഒരിക്കലും. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. ഇപ്പോഴെങ്കിലും ഉറച്ചു നിന്നില്ലെങ്കിൽ ഈ ഹൈക്കമാൻഡ് കൊണ്ട് എന്തുപയോഗമെന്ന് പൊതുസമൂഹം ചോദിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് KPCC പ്രസിഡന്റ് K സുധാകരനും മുൻ KPCC പ്രസിഡന്റായിരുന്നു അടൂർ പ്രകാശും ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. മത്സര രംഗത്തുണ്ടാകില്ല എന്ന് വെച്ചാൽ UDFന്റെയും കോൺഗ്രസിന്റെയും പേരിൽ ഉണ്ടാകില്ല എന്ന്. ഡൽഹിയില് AICCയുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നതും സുധാകരന്റെ കാര്യത്തിൽ സംസ്ഥാന നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ദേശീയ നേതൃത്വം വഴങ്ങിയില്ല എന്നുള്ളതാണ്. എം പിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തെറ്റായിട്ടുള്ള കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന കടുത്ത നിലപാടിലാണ് ഖാർഗെ. മിസ്റ്റർ ഖാർഗെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കടുത്ത നിലപാടെടുത്തത് നന്നായി. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ മരവാഴകളാണ് എന്ന് ഇവിടുത്തെ ജനം തെറ്റിദ്ധരിച്ചേനെ. ഇങ്ങനെയെങ്കിലും ഒരു തീരുമാനം വേണ്ടേ? എന്തിനാണ് ഒരു ഹൈക്കമാൻഡ്? ഇല്ലെങ്കിൽ KPCC തന്നെ തീരുമാനമെടുത്താൽ പോരെ? എന്തിനാണ് AICC? എന്തിനാണ് ഇങ്ങനെ ഹൈക്കമാൻഡ്? ഇതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇങ്ങനെ ഒരു തീരുമാനമെങ്കിലും നിങ്ങൾ എടുത്തത് നന്നായി. K സുധാകരന്റെയും അല്ല അടൂർ പ്രകാശിന്റെയും എന്ന് വേണ്ട, ഇതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന നിങ്ങളുടെ വേണുഗോപാലൻ ഉണ്ടല്ലോ, KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തുന്ന വരട്ടുവാദമാണിത്. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളെയും കുൽസിത പ്രവർത്തികളെയും നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനെ ടച്ച് തകർക്കുക തന്നെ വേണം. നിങ്ങളൊന്നും ഈ പദവിയിലിരിക്കുവാൻ യോഗ്യരായ അല്ല എന്ന് തെളിയിക്കപ്പെടുകയാണ് അതിലൂടെ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് ഖാർഗെ, നിങ്ങൾ മരവാഴയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തില് എറണാകുളം ജില്ലയിലെ സീറ്റുകളെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട്. കൊച്ചി സീറ്റിനായിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് KC വേണുഗോപാലും മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഹമ്മദ് ഷിയാസിനായിട്ട് VD സതീശൻ, DCC പ്രസിഡന്റാണ് എറണാകുളം, ശക്തമായിട്ട് വാദിക്കുകയാണ് VD സതീശൻ. ദീപ്തി മേരി വർഗീസിനായിട്ട് ആരാണെന്ന് അറിയാമോ? KC വേണുഗോപാലൻ. കടുംപിടുത്തം തുടരുക. എന്തിനാ ഇത്തരം കടുംപിടുത്തം എന്നുള്ളത് KC വേണുഗോപാലൻ ആലോചിച്ചു നോക്കിയാൽ നന്നായിരിക്കും. മറ്റു മണ്ഡലങ്ങളിലെയൊക്കെ തർക്കം പരിഹരിച്ചതായിട്ടും 4-5 സീറ്റുകളിൽ മാത്രം ചർച്ച തുടരുകയാണെന്നൊക്കെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന് പറയപ്പെടുന്ന മഹാൻ അറിയിച്ചു കഴിഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നും സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നൊക്കെ AICC പറയുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപനങ്ങൾ ഈ മണിക്കൂറുകളിലും ആയിട്ടില്ല. വരാൻ പോകുന്ന 1 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ സുധാകരൻ ഡൽഹിയിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തി താൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ള വാർത്ത ചിലപ്പോൾ ജനം കേൾക്കേണ്ടി വരും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നന്ന്. ഇതിൽ പ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ എം പിമാരുടെ മത്സരം എന്തിനാണ്? എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള കർക്കശ നിലപാടിലേക്ക് മല്ലികാർജുൻ ഖാർഗെ എത്തി. അത് എത്തേണ്ടതാണ്. എന്തിനാണ് പിന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവനെയൊക്കെ വീണ്ടും അന്ന് സ്ഥാനാർത്ഥികളായി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അങ്ങ് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് ഇവിടുത്തെ സമൂഹം ഒന്നടങ്കം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസിനില്ലേ? മറ്റൊന്ന്, ഈ അടൂർ പ്രകാശ് ആണെങ്കിലും ഇനി മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഷാഫി പറമ്പിലാണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം നിയമസഭ UDF പിടിച്ചടക്കും. ഈ പ്രാവശ്യം ഇവിടുത്തെ മുഖ്യമന്ത്രി UDFന്റേതായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെതായിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെയും ശരിയായിരുന്നു സതീശ നിങ്ങളും. കാരണം നിങ്ങൾ നടത്തിയ പുതുയുഗ യാത്രയടക്കം കോൺഗ്രസിന് ഒരു പുതിയ മാനം നൽകിയിരുന്നു, ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പ് നൽകിയിരുന്നു, ഒപ്പം തന്നെ ഒരു പ്രതീക്ഷയും. ആ പ്രതീക്ഷയൊക്കെ തല്ലി തകർക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ തമ്മിൽ തല്ല് എന്ന് പറയപ്പെടുന്നത്. ഒരു സീറ്റിനായിട്ട് ഡൽഹിയിൽ ഇങ്ങനെ പലരുടെയും പടിവാതിലുകളിൽ ചെന്ന് പാദസേവ ചെയ്യേണ്ടി വരുന്ന തരത്തിലേക്ക് തരംതാണു പോയ സുധാകരനെയും അടൂർ പ്രകാശിനെയും പോലുള്ളവരെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആവശ്യമില്ല എന്ന് ജനങ്ങൾ വിധി എഴുതും. അല്ലെങ്കിൽ ജനങ്ങൾ വിധി എഴുതണം. ഇവനെയൊന്നും കണ്ടല്ല ഒരു പാർട്ടിയും മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യുവാനും പടിക്കു പുറത്താക്കുവാനുമുള്ള കരുത്ത് AICCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗെ കാണിക്കേണ്ടതാണ്. ഇനിയും അത് നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ കളയൂ. കാരണം രാഹുൽ ഗാന്ധി ഈ KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന പൊട്ടൻ പറയുന്നത് മാത്രം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു മണ്ട ശിരോമണിയാണ്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ, താങ്കൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ
കേരളത്തിലെ കോൺഗ്രസിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരെ പടിക്ക് പുറത്താക്കുക എന്നുള്ളതാണ്. പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെടട്ടെ, ആരുടെയും ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് നിങ്ങൾ വീണു പോകരുത് എന്നുള്ളതാണ്. പക്ഷെ വി ഡി സതീശനും ഒപ്പം തന്നെ മറ്റു നേതാക്കളുമൊക്കെ അവരുടെ കടുംപിടുത്തം പിടിച്ചു മുന്നോട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാനവും അഭിമാനവും ഒക്കെയാണ്. അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ട് എത്തിക്കരുത്. അത് വി ഡി സതീശനാണെങ്കിലും അത് രമേശനാണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും ആരെങ്ങാണ്. ഇവിടെ ഇപ്പോൾ കൊച്ചി സീറ്റിലെ തർക്കം നടക്കുന്നു. കൊച്ചി മണ്ഡലത്തെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. വി ഡി സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയിട്ട് വാദിക്കുന്നു, KC വേണുഗോപാൽ ദീപ്തി മേരി വർഗീസിന് വേണ്ടി വാദിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ആരെങ്കിലും ഒരാളെ നിർത്തി വിജയിപ്പിക്കുക. UDF സാധ്യത ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നലുണ്ടാക്കിയ ഒരു അവസരത്തിൽ ആ അവസരത്തെ ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ ഈ നേതാക്കന്മാരെല്ലാവരും കൂടി. ഇതുകൂടി പറയുമ്പോൾ ചിലതുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതുകൂടി കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്തയിലേക്ക് വരേണ്ടി വന്നത്. രണ്ടും ഈ കോൺഗ്രസ് ഹാൻഡിലിൽ നിന്നു തന്നെയാണ്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതിലൊന്ന് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: 2021 ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ വി ഡി സതീശനെ ചതിച്ചു. അങ്ങനെ ചതിച്ചു വീഴ്ത്തിയത് ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. 2026 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളും വാർത്തകളും വിരൽ ചൂണ്ടുന്നത് ആ തുണിയൊടുക്കാത്ത സത്യത്തിലേക്കാണ്. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിട്ടും ഷാഫിയെയും മറ്റു പലരെയും ചട്ടം കെട്ടി സതീശന്റെ പേര് പറയിപ്പിച്ച് ചെന്നിത്തല കട്ടന് പിറകിൽ നിന്ന് കളിക്കുകയായിരുന്നുവെന്ന്. അതായത് 2021 പ്രതിപക്ഷ നേതാവാക്കിയത് ചെന്നിത്തലയുടെ പിന്നിൽ നിന്നുള്ള കുത്താണ് എന്നർത്ഥം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രമേശ് അനുഭവിച്ച സമ്മർദ്ദവും നാണക്കേടുകളും കോടതി തോൽവികളും മാധ്യമങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കുത്തലും തോണ്ടലും സ്വന്തം തറവാടി നായരത്തം അതുകൊണ്ടുപോലും രമേശിന് സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അന്നേ കോല് മുറിച്ചിട്ട് ഇനിയൊരു ബാല്യമില്ലെന്ന് പിണറായി ചില്ലറക്കാരനല്ല, ഒരുമിച്ച് മുട്ടുകുത്തിക്കുവാൻ കൂടെയുള്ള കോൺഗ്രസ് തനിപ്പിടുത്തക്കാരാകരുത് എന്നും ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞിട്ടും ഈ പൊട്ടന്മാർ കേട്ടില്ല എന്നുള്ളതാണ്. നൈസായിട്ട് ആർത്തിമുത്ത് പ്രാന്തായി നടക്കുന്ന സതീശൻ മതി, അനുഭവിക്കട്ടെ, അറിയട്ടെ എന്നുള്ളൊരു വാദത്തിലേക്ക് രമേശ് ചെന്നിത്തല എത്തിച്ചേർന്നു. ചീഞ്ഞു നാറുമ്പോൾ വരാം, കാലം കുറെ ഉണ്ടല്ലോ, കാത്തിരിക്കാം, നെയ്യും പരിപ്പും സൂപ്പും കഷായവും കുടിച്ച് ശരീരവും ഒക്കെ ഒന്ന് നന്നാക്കിയെടുക്കാം എന്ന് പറഞ്ഞ് 2021 ഈ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമൊക്കെ ഊരിവെച്ച് അന്ന് തുന്നിവെച്ച ഒരു കുപ്പായം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടേത്. അത് 2026 അണിയാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന രമേശൻ 2025 അവസാനത്തിൽ സതീശനെതിരെ ആയുധവും തേച്ചുമിനുക്കി എത്തിയിരുന്നു. ഇനി അടുത്ത കുപ്പായം അണിയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സതീശന് പാകത്തിനും സൗകര്യത്തിനും പറ്റിയ ചെറുപ്പം പിള്ളേരും കൊടുത്തുവിട്ടു വന്ന മൂപ്പര്. മാത്രമല്ല മൂപ്പരുടെ വീക്ക്നെസ്സുകൾ അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. പിള്ളേരാണെങ്കിലോ ഉഷാറായിട്ട് മുതലും പലിശയും ഒന്നിച്ചെടുത്ത് കളി തിമിർത്താടി. ഇത് രമേശന്റെ കുൽസിത പ്രവർത്തികൾ. ശുഭകരമായ യാത്രക്കിടയിൽ നാട്ടത്തിന്റെ ഒരു ഹൈമാർക്കറ്റ് തന്നെ സ്വയം തുടങ്ങി സതീശൻ നേതാവ് കൂതി കൂടിക്കൂടി മൂത്തു മുഴച്ചു എന്നുള്ളതാണ്. കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ കുത്തിയിട്ടും കള്ളത്തരം മാത്രം പറഞ്ഞുള്ള ശീലം വിട്ടില്ല. നുണകളുടെ പെരുമഴക്കാലം തീർക്കുകയായിരുന്നു. ഗ്യാനേഷ് ചതിച്ചു പറഞ്ഞുറപ്പിച്ച BJP-ക്കാരും കൈമലർത്തിയപ്പോൾ മഴ വരുമ്പോൾ അല്ലേ കുട വേണ്ടു എന്ന് കരുതിയത് എന്ന് ഗാനേഷ് കുമാർ ഡാം തുറന്നുവിട്ട് ഇടിവെട്ടും കെട്ടഴിച്ചു വിടുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കോൺഗ്രസുകാരൻ അറിഞ്ഞത് വൈകിയാണ് എന്ന് മാത്രം. കല്ലിട്ടും കള്ളം പറഞ്ഞും ഫണ്ട് പിരിച്ചും ആപ്പുമുക്കിയും സസ്പെൻഡ് ചെയ്തും അകത്തിരുത്തിയും പീഡനം ഹോൾസെയിലാക്കിയും നടന്നിട്ടും പട്ടിക വന്നില്ല, വരണില്ല, വരാനുമില്ല. തെരഞ്ഞെടുപ്പില് രമേശൻ നയിക്കുമെന്ന് ഹൈക്കമാൻഡ് കൊളാണ്ടർ പറഞ്ഞിട്ടും രമേശൻ ഇപ്പോൾ നടു റോഡിലോട്ട് കളിപ്പിക്കുകയാണ്. പക വീട്ടാനുള്ളതാണ്, പരസ്യമായി വീട്ടുമ്പോൾ അതിന്റെ സുഖം കൂടുക തന്നെ ചെയ്യും. 2026 തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ, നുണകൾക്കൊരു ദൈവമുണ്ടെങ്കിൽ സതീശനാണ് സത്യം. 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ അവരവർ സ്വയം പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടും. അല്ലാതെ എന്തു പറയുവാൻ? അവരവർക്കുള്ള വെട്ടലും തിരുത്തലുകളും അവരവർ തന്നെ കൊണ്ടുവരണം. BJP-യിൽ പേരുണ്ടെങ്കിൽ പരിശോധിച്ചു മാറ്റണം. കോൺഗ്രസിൽ പേരില്ലെങ്കിൽ BJP-യിൽ ചേർക്കണം. ചിഹ്നം വിളിക്കരുത്. ആവശ്യമുള്ളവർ അതത് പാർട്ടി ചിഹ്നം വാങ്ങിയിട്ടേ വരാവൂ. ജനങ്ങൾ ജയിപ്പിക്കും അവരുടെ ഇഷ്ടക്കാരെ, കോൺഗ്രസ് തോൽപ്പിക്കും അവരവരുടെ പാർട്ടിക്കാരെ. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. കാര്യം ഈ കോൺഗ്രസ് ഹാൻഡിലിൽ നിന്ന് തന്നെ വരുന്നതാണ്. അത്രത്തോളം വെറുപ്പ് ഈ പാർട്ടിയോട്, പാർട്ടിക്കാരോട്, നേതാക്കളോട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസെ, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ദൈവം എത്ര വലിയവരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സതീശൻ പാച്ചേനിയെ തോൽപ്പിക്കാൻ ചിലരോടൊപ്പം ചേർന്ന് അണിയറ പ്രവർത്തനം നടത്തിയവർ, മുൻ കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ P രാമകൃഷ്ണനെ DCC ഓഫീസിൽ കയറ്റാതെ ഉപരോധിച്ചവൻ, 2012
യൂത്ത് കോൺഗ്രസ് സംഘടനാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DCC ഓഫീസിൽ വെച്ച് പൂക്കിറ്റിയുമായി ഉണ്ടായ അടിപിടിയിൽ തന്നെ ആക്രമിക്കാൻ അന്ന് രാത്രി തന്റെ വീട്ടിലേക്ക് പട്ടികയുമായിട്ട് 5 മുല കൂടി മാറാത്ത KSU പിള്ളേരെ അതിനെന്നെ ആക്രമിക്കാൻ അയച്ച് തന്റെ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നുണ്ടോ എന്നറിയുവാനും അത് നിരീക്ഷിക്കുവാനും അക്രമം നടക്കുമ്പോൾ തന്റെ വീട്ടിലെ വാഹനത്തിന് തീ കൊടുക്കുവാൻ തന്റെ വീടിന്റെ പുറകുവശത്ത് ഒരു കുപ്പിയിൽ പെട്രോളുമായി ഒരുത്തിനെ കാവലിരുത്തി കാറിന്റെ വീടിന് മുന്നിലൂടെ ഷട്ടിൽ സർവീസ് നടത്തിയവൻ, കൂടാതെ മുൻ DCC പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രേട്ടൻ മരണപ്പെട്ടപ്പോൾ മരണത്തിന് ഉത്തരവാദി ഞാനെന്ന രീതിയിൽ എന്നെ ആ കേസിൽ പെടുത്തുവാനും കൊലപാതക കുറ്റം ചുമത്തുവാൻ പോലീസ് സ്റ്റേഷനിൽ മണിയാണി ഇന്നോവ ജോയിയോടൊപ്പം നിരന്തരം കയറി ഇറങ്ങുകയും താൻ നാട്ടിൽ ഇല്ലാതിരുന്ന് അന്നത് അറിഞ്ഞിട്ട് പോലും തന്റെ വീട്ടിൽ നിരവധി തവണ പാതിരാ നേരത്ത് പോലും ഈ പറയുന്ന പോലീസിനെ വീട്ടിൽ കയറ്റി തന്നെയും കുടുംബത്തെയും പരസ്യമായി അപമാനിച്ചവൻ, സോഷ്യൽ മീഡിയയിൽ കൂടി തന്റെ ഫോട്ടോ സഹിതം പോസ്റ്റ് ഇട്ട് അപമാനിച്ചവൻ, പലരുടെയും പ്രേരണ കേട്ട് എല്ലാറ്റിനും കൂട്ടുനിന്നവൻ ഒന്ന് പിറകിലേക്ക് തുരഞ്ഞു നോക്കണം ഇപ്പോൾ ആരുണ്ട് എന്ന്. കൂടെ അന്ന് നിന്നെ തുള്ളിച്ചവർ ഇന്ന് എവിടെയെന്ന്. നാറികളായ നേതാക്കളാണ്. കുഴിച്ചു മൂടുകയാണ് ഈ പാർട്ടിയെ. ഇവിടെ ഇത് പൊട്ടന്മാരുടെ ഒരു കൂടാരമായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കുവാൻ, ഒന്ന് അറിയുവാൻ, ഒന്ന് മനസ്സിലാക്കുവാനെങ്കിലും ഈ ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള കോൺഗ്രസ്സുകാര നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നന്നാവില്ല ഇവന്മാർ. ഈ രാജ്യം നശിക്കും വരെ, നാറികളായ നേതാക്കന്മാരായി ഇവന്മാർ മരിക്കും വരെ ഉണ്ടാകും. അതുകൊണ്ട് ഈ പാർട്ടിയെ ഇവന്മാർ കൊന്നു കുഴിച്ചു മൂടുക തന്നെ ചെയ്യും.